ഹായ് പ്രിയപ്പെട്ട കേസ്, നമ്മുടെ പുതിയ ചാനലായ ഏറ്റവും വലിയ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൃഥ്വിരാജിൻ്റെ പുതിയ പടത്തിന് ടീസർ കഴിഞ്ഞിട്ടുണ്ട്. വിലായത്ത് ബുദ്ധ എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ടീസറിൻ്റെ കണ്ടതിന് ശേഷം അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ഞങ്ങളേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഗേസ്. അല്ല സാറേ, ആരേ ഡബിൾ? അത് മോഹനൻ. ഡബിൾ നാട്ടുകാരെ വിളിക്കുന്നു. അവനാ മെയിൻ ഏജന്റ്. അവന്റെ കൈ വഴിയാ ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം പോകുന്നത്. കൊച്ചു വീരപ്പൻ. നീ ആരാന്നാണോ നിന്റെ വിചാരം? നീ എന്നോട് പുഷ്പ കളിക്കല്ലേ? അയ്യോ, അത് ഇന്റർനാഷണൽ. നമ്മൾ വെറും ലോക്കൽ. അവനോട് ഇവിടെ അങ്ങനെ നിക്കാൻ പറഞ്ഞേ. ഇവിടെ നിന്ന മോറും ചെമ്പകത്തിന് മോടെ ഭർത്താവാ. എനിക്ക് വേണ്ടത് ഡബിൾ മോറിന്. പറയൂര് ചന്ദനം ഇനി ഉണ്ടല്ലോ. പറയൂര് മോഹനനും ഉണ്ടല്ലോ. ഞാൻ വിളഞ്ഞതിന്റെ അത്രയൊന്നും നീ വിളഞ്ഞിട്ടില്ല. വർഷം ഇത്ര ആയില്ല സാറേ. ആവശ്യത്തിന് വിളവൊക്കെ ആയി. ഇത് കണ്ടിട്ട് എന്താ പറയുന്നത്, പൃഥ്വിരാജിന്റെ എന്താ പറയാ, ഒരു നല്ലൊരു സൂപ്പർ ഹിറ്റ് പടം വന്നിട്ട് കുറെ നാളായിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഹൈ ക്ലാസ് ആണ് പടം. അതിനല്ല, അതിന്റെ ഇടയില് എമ്പുരാനുണ്ടായി. പക്ഷെ അത് പൃഥ്വിരാജിന്റെ സിനിമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പൃഥ്വിരാജിന്റെ ഒരു സിനിമ നമുക്ക് മലയാളത്തിൽ കിട്ടിയിട്ട് കുറച്ചാളായിരിക്കും. അത് മാസ് സിനിമയൊക്കെ എനിക്ക് ലാസ്റ്റ് കടുവെന്ന് തോന്നുന്നത് 2-3 കൊല്ലം മുമ്പാണ്. പിന്നെ ഗുരുവായൂരമ്പലൊന്നും പിന്നെ മാസല്ല, സാധാരണ ഒരു ആവറേജ് പടമുള്ളൂ. അല്ലാണ്ട് ഒരു സൂപ്പർ ഹിറ്റ് പടം എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു പടം ഒന്നല്ലായിരുന്നു. അതിനുശേഷം പിന്നെ വന്ന് എമ്പുരാനില് പ്രത്യേകിച്ച് ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ പടം മാത്രം പറയാൻ പറ്റില്ല. പൃഥ്വിരാജിന്റെ എന്ന് പറയുന്നത് നമുക്കൊരു മാസ സിനിമ ആണെന്ന് വെച്ചാൽ താൻ തോന്നിയൊക്കെ പോലെ മുണ്ടെടുത്ത് മടങ്ങി കൊടുത്ത് മീശ വിരിച്ച് മനസ്സിലായില്ലേ? ആ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ആ ഒരു റേഞ്ച് ഒരു പടം എടുത്ത് തോന്നുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ട് ഉണ്ടല്ലോ. മാസമായിട്ടാണ്, എൻട്രിയൊക്കെ മാസമായിട്ടാണ്. പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഇത് സത്യം പറഞ്ഞ ഈ സിനിമ ഡയറക്ട് ചെയ്യേണ്ട സച്ചി ആയിരുന്നു. നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ എടുത്തില്ലേ, ആളെടുക്കാന്ന് ചെയ്യുന്ന പടമാണിത്. അസിസ്റ്റന്റ് അടുത്തേക്കണം ജയൻ നമ്പ്യാര് ആളടുത്തേക്കണ പടം. അപ്പൊ എന്ത് പറഞ്ഞാലും എന്താ പറയാ, മറ്റേ സച്ചിരായതായിട്ടുള്ള എന്തെങ്കിലും കയ്യൊപ്പ്. കാരണം അയാളെ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങള് അയാള് ഈ പടത്തില് ഇമ്പോർട്ടന്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ രീതിയിൽ പടം നല്ല പടം. എവിടെ നിന്നാണ് ഇത് ടീസർ ജസ്റ്റ് കണ്ടപ്പോ തോന്നിയത്. പടത്തെ ടീസർ കണ്ടോക്കട്ടെ. അതില് നമ്മളെ അല്ലു അർജുന്റെ ഒക്കെ വരുന്ന ചില ക്യാരക്ടർ ഒക്കെ ഉണ്ട്. അതേപോലത്തെ ഇതുപോലെ തോന്നുന്നുണ്ട്. പടം നന്നാവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ ഇത് അടിപൊളിയാൻ ചാൻസ് ഉണ്ട്. കാരണം സിനിമ കണ്ടിട്ട് കുറച്ചാളായി. പിന്നെ നരിവേട്ടല പെൺകുട്ടിയല്ലേ, നടിയാണ് ഇതില് നടിയായിട്ട് വന്നിട്ടുള്ളത്. അടിപൊളിയായിരിക്കും പടം. അപ്പൊ നമുക്ക് ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞാലും നല്ലൊരു പക്ക ട്രെയിലറായിട്ട് തന്നെ ഡേറ്റ് ഒക്കെ വെച്ച് വരും പടം എന്ന് പറഞ്ഞാലും വരട്ടെ. അപ്പൊ എന്ത് പറഞ്ഞാലും പൃഥ്വിരാജിന്റെ ഒരു നല്ലൊരു പടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഒരു മരണമാസ കടുവൊക്കെ വന്നപ്പോ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ടായിരുന്നു ആ പടം കാണാൻ. അതേപോലെ തന്നെ ഒരു നല്ലൊരു പടമാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പടം ഒരു ആവറേജ് ആണെങ്കിലും പൃഥ്വിരാജ് തിയേറ്ററിൽ വരുമ്പോ ഒരു ഓളുണ്ട് മടക്കി മീശ മിരിച്ച് മനസ്സിലായില്ലേ? ആ ഓളത്തിനെ പറ്റി ആരും ഇപ്പൊ മലയാള സിനിമയില് ഒരു ഓളുണ്ടാക്കാൻ പറ്റിയത് നല്ലൊരു ആക്ഷൻ, നല്ല പഞ്ച് ഡയലോഗ് പറയാൻ പറ്റിയ നമുക്കൊക്കെ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ ഒക്കെ പടം നമ്മൾ മാസമായിട്ട് നോക്കിയിരിക്കണത്. കാരണം അതുപോലെ മാസാക്കാനായിട്ട് വേറെ ആരുമില്ല.
മനസ്സിലായില്ല. പഴയ നടന്ന പണ്ട് തുടങ്ങിയുള്ള നമുക്ക് വേണമെങ്കിൽ വരണ ലിസ്റ്റിൽ മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ ആളതിനുള്ള തന്നെ ആളുണ്ട്. നമുക്ക് ഈ സിനിമകൾ ഇപ്പൊ പാൻ ഇന്ത്യ ലെവലിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നടന്മാര് മലയാളത്തിൽ നിന്ന് ഇപ്പൊ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിന്, ദുൽഖർ, ഫഹദ്, കാരണം ഇവരാണ് ഇപ്പൊ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ ഭാഷയിലും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ എമ്പുരാൻ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഇറക്കി, അതിന്റെ പാൻ ഇന്ത്യനായിട്ട് എല്ലാ ഭാഷയിലും ഇറക്കി പൃഥ്വിരാജ്. അതുപോലെ തന്നെ ദുൽഖർ 300 കോടി രൂപ 300 കോടിയാണ് നമുക്ക് കളക്ഷൻ കിട്ടിയത് മലയാള സിനിമയിൽ. മനസ്സിലായില്ലേ? ഓരോരുത്തർ നമ്മൾ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുമ്പോ ലോകം 150 കോടി കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. അതൊന്നും വലിയ വളർച്ചയാണ്. ലോകം പാടില്ല പറഞ്ഞു. പിന്നെ നമ്മളതിൽ നടൻ നമ്മളെ ഞങ്ങളെ നാട്ടുകാരണ്ട ചാപ്പാറയിലുള്ള ഞങ്ങളെ നാട്ടുകാരാണ് നെസ്ലീൻ ഭയങ്കര ഭാഗ്യമുള്ള നടനാണ്. അവള് കാര്യമല്ല, അവൻ കയ്യൊപ്പ് വെച്ച് പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ ചെയ്തിട്ടുള്ള പടമാണ്. നല്ലൊരു ഭാഗ്യമുള്ള നടൻ കൂടിയാണ്. അത്യാവശ്യം ഇപ്പൊ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരുന്നുണ്ട് അഭിനയൊക്കെ. അപ്പൊ നെസ്ലീമിന്റെ ലോകയ്ക്ക് നമ്മ ഇതോടൊപ്പം തന്നെ വിജയാശംസകൾ ഇടുകയാണ്. പിന്നെ നമ്മളെ പൃഥ്വിരാജിന്റെ പടം സൂപ്പർ ആവട്ടല്ലേ? പിന്നെ കലക്കട്ടെ. ഞങ്ങൾ ആഗ്രഹമൊക്കെ ഇടത് നമ്മളെ ചെക്കന്മാർ ലെവലാണ്. നമ്മള് മലയാള സിനിമയിൽ പൊള്ളിയാണ്. കൊറേ ആൾക്കാരുണ്ട് ഫഹദ്വാസില്, അതുപോലെ കൊറേ ആൾക്കാരുണ്ട്. അല്ല പുള്ളി എന്ന് പറഞ്ഞ സീനിയർ അല്ലേ? പുള്ളി സീനിയറാണ്. ഇപ്പൊ മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ ലാലേട്ടൻ, മമ്മൂക്ക അവരെ കഴിഞ്ഞ് ഇപ്പൊ ജയറാം, ദിലീപ്, അങ്ങനെയൊക്കെ ഒരു കൂട്ടത്തിൽ നമുക്ക് പെടാവുന്ന ഒരാൾ പൃഥ്വിരാജുണ്ട്. പണ്ട് തുടങ്ങി നമ്മളിപ്പോ ഹിറ്റുകൾ ഇനിയിപ്പോ അവരുടേതായിട്ടുള്ള കാലങ്ങളും മാറി നിന്നാ പോലും ഇനി വരാൻ പോണ കാലഘട്ടത്തിലേക്കുള്ള നടന്മാരിൽ ഒരാളാണ് നമ്മൾ പൃഥ്വിരാജ്. നമ്മ അതുപോലെ കാണുന്ന സീനിയറാണ്, അതുപോലെ കാണുന്നത്. പറയത്തക്ക അധികം പ്രായമൊന്നും ആയിട്ടില്ല, ആള് ചെറുപ്പമാണ്. അപ്പോൾ ഇനി അവസരങ്ങള് കിടക്കാണ്. അപ്പൊ അവസരങ്ങൾ എന്ന് വെച്ചാൽ ഇനി വരെ പടങ്ങള് അടിപൊളി, നല്ല അടിപൊളി പടങ്ങളായാൽ മതി എന്നുള്ള എടുക്കണം. കഥകള് നല്ല കഥകളൊക്കെ എടുത്ത് നമ്മ പടം കാണുന്നത് ഒരു സന്തോഷവും എന്റർടൈൻമെന്റ് ആണ്. സത്യം പറഞ്ഞ സമയമില്ലാണ്. കാരണം പുള്ളിയും എല്ലാവരും പല ഭാഷയല്ലേ. ഇപ്പൊ പുള്ളി തെലുങ്കിൽ അഭിനയിക്കുന്നുണ്ട്, തെലുങ്കിൽ മറ്റേ തമിഴ്, ഹിന്ദി എല്ലാത്തിലും അഭിനയിക്കുന്നുണ്ട്. ദുൽഖറാണെന്നുണ്ടെങ്കിലും ഫഹദാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പുറത്താണ്. മനസ്സിലായില്ലേ? പക്ഷെ അടിപൊളിയാവട്ടെ. മലയാളത്തിൽ വരുമ്പോ നമ്മുടെ ആൾക്കാർ വരുമ്പോ അടിപൊളിയായിരിക്കുള്ളൂ. മലയാള സിനിമ അല്ലെങ്കിലും പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ ഇത്രയും കൂടി ഇപ്പൊ തമിഴ്, കന്നഡ, അതുകൊണ്ട് തെലുങ്ക് പടങ്ങളൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ അവരെക്കാൾ നല്ല രീതിയിൽ കിടപിടിക്കാൻ പറ്റിയ ഒരു ആവിഷ്കരണ രീതിയാണ് നമ്മളെ മലയാള സിനിമയിൽ ഇപ്പൊ കണ്ടുവരുന്നത്. പണ്ട് മലയാള സിനിമ എന്ന് പറയുമ്പോ അവർക്കൊരു ടെക്നോളജി അധികം കൊണ്ടുവരാത്ത. പക്ഷേ പക്ഷെ ഇപ്പൊ ഈ 30 കോടി കൊണ്ട് ടെക്നോളജി ഇപ്പൊ ലോകം മൊത്തം അറിയാം. കൂലി 150 കോടി ഉണ്ടല്ലോ. 150 കോടിക്കാണ്. അവിടെ നമ്മ വിചാരിച്ച അത്ര കളക്ഷൻ കളക്ഷൻ കിട്ടാനല്ല. പക്ഷെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വേണമല്ലോ കാണാനായിട്ട്. സ്റ്റാറുകൾ മറ്റേ സൂപ്പർ സ്റ്റാർ കുറെ പേര് അങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും പടം കാണാൻ നമുക്ക് വല്ലതും വേണ്ടേ? എൻഗേജിങ് ആയിട്ട് ഒന്നുമില്ല. കോടികൾ മുടക്കിയെടുക്കുന്ന പടങ്ങള് ഒരു താഴ്ന്ന രീതിയിലും നമുക്കിപ്പോ ഈ 30 കോടി കൊണ്ട് ഇപ്പൊ ലോകം മൊത്തം 150 കോടി കളക്ഷൻ കിട്ടിയ ലോക അതൊന്നും ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്താണ്. മനസ്സിലായില്ലേ? അവരൊക്കെ മലയാള സിനിമ ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കണം. മലയാള സിനിമ പോണല്ലോ. അതിന് ഒരു പങ്ക് വെച്ചാല് പൃഥ്വിരാജ് എമ്പുരാൻ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്ത് പുള്ളിക്ക് അങ്ങനെയുണ്ട്. പടം എടുക്കുമ്പോ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതുപോലെയാണ് പുള്ളി പക്കയായിട്ടെല്ലാം പോണ്. പോട്ടെ. അപ്പൊ നമ്മളെ ചെക്കന്റെ പടം സൂപ്പർ ആവാൻ വേണ്ടി നമ്മ ആഗ്രഹിക്കാണ്. അപ്പൊ ടീസർ കണ്ടോണ്ടൊന്നും നമുക്കൊരു ട്രെയിലർ കണ്ടോണ്ടൊന്നും ഒരു പടത്തിനെ കുറിച്ച് വിലയിരുത്താനായിട്ടൊന്നും നമുക്ക് കഴിയില്ല. പടം ശരിക്കും നമുക്ക് കണ്ടിട്ട് തന്നെ നമുക്ക് ആ പടത്തിനെ കുറിച്ച് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ സ്ഥിതിക്ക് പൃഥ്വിരാജിന്റെ പടം ഒരു നല്ല പടമായിട്ട് വരട്ടെ എന്ന് നമ്മ ആഗ്രഹിക്കാണ്. അപ്പൊ ഓക്കെ ഗേഴ്സ്, പറ്റിയെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും നല്ല വരട്ടെ. ഓക്കെ.